ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള 2 റെസിപ്പീസ് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ സാധാരണ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫ്രീസറിലൊക്കെ വെച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ കൊക്കോ ബട്ടറൊക്കെ വേണം. ഇതൊന്നും വേണ്ട, വീട്ടിലുള്ള സാധാരണ 3 ചേരുവകൾ മാത്രം വെച്ചിട്ട് മിക്സിയിലാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ചെയ്തെടുക്കുന്നത്. അപ്പോൾ തീ പോലും കത്തിക്കേണ്ട, അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ചോക്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഗിവ് അവേ ഇപ്പം നടക്കുന്നുണ്ട്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഓർണമെൻറ്റ്സിൻ്റെ അൺബോക്സിങ് വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഹിമാനി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. നല്ലൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സാരീസിൻ്റെ കൂടെ, സൽവാസിൻ്റെ കൂടെ, ജീൻസിൻ്റെ കൂടെ പോലും നമുക്ക് മാച്ച് ചെയ്ത് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സിമ്പിൾ ആയിക്കോട്ടെ, കുറച്ച് ഹെവി ആയിക്കോട്ടെ, എല്ലാത്തരം ഐറ്റംസ് ഉണ്ട്. അതുമാത്രമല്ല അവരുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരം കോംപ്രമൈസ് ഇല്ലാത്തൊരു ഗ്രൂപ്പ് തന്നെയാണ് ഹിമാനി. പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റോൺസാണ്. നല്ല സ്റ്റോൺസ് തന്നെയാണ് യൂസ് ചെയ്യുന്നതും. ഒരുപാട് വെറൈറ്റി കളർ സ്റ്റോൺസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഒരു ചോക്കർ എന്ന് പറയാൻ പറ്റില്ല, നെക്ക് പീസ് എന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കിത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ബാക്കിൽ ത്രെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സാരീസിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സൽവാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആണ്. അതുമാത്രമല്ല അതിൽ ബ്ലൂ സ്റ്റോൺസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ്. പിന്നെ ഇത് സിംഗിൾ പീസല്ല, ഇതിലൊരു ഇയറിങ്ങും കൂടെ, ഇതേ സെയിം മോഡലിൽ തന്നെ ഇയറിങ്ങും കൂടെ അവർ ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഡ്രസ്സിന് സ്യൂട്ട് ചെയ്യുന്ന സ്റ്റോൺസ് നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലൂ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും അവരുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആ സ്റ്റോറൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്റ്റോറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. ഞാൻ പറഞ്ഞിരുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓഫേഴ്സും ഒക്കെ അറിയാനായിട്ട് അവരുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബാംഗിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സ്റ്റഡ് മോഡലാണ്. ഒരു എന്താ പറയുക, പിങ്ക് പീച്ചൊക്കെ ഷെയ്ഡ് വരുന്ന ഒരു ചെറിയൊരു സ്റ്റഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡിലും ഒരുപാട് വെറൈറ്റി, നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. സാധാരണ നമുക്ക് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്നും പെട്ടെന്ന് ഓർണമെൻറ്റ്സിൽ കിട്ടില്ല, പക്ഷേ ഇതിൽ എല്ലാത്തരം കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു ഗോൾഡ് കവറിങ് ആയിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ്. ബട്ട് ഇതിനൊന്നും വെയിറ്റ് ഇല്ല കേട്ടോ. കാണുമ്പോൾ നമുക്ക് വെയിറ്റ് ഉള്ളതായിട്ട് തോന്നും, പക്ഷെ ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. സ്റ്റോണും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോൺസ് തന്നെയാണ്. പല കളേഴ്സിൽ സ്റ്റോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഇതും ഒരു ചോക്കർ സെറ്റ് തന്നെയാണ്. ഇതിലും കമ്മൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു രീതിയിൽ, അതായത് സാരിയുടെ കൂടെ ആണെങ്കിൽ സൽവാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു മോഡലാണ്. ഒരുപാട് ഹെവിയും അല്ല, എന്നാൽ സിമ്പിളും അല്ല. അത്യാവശ്യം നമുക്കൊരു കല്യാണത്തിനും ഫംഗ്ഷനും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ ഇവിടെ കാണിക്കുന്നത് സിൽവർ, ബ്ലാക്ക് മെറ്റൽ ആ ഒരു രീതിയിലുള്ളതാണ്. ഇത് മാത്രമല്ല നമ്മുടെ ഗോൾഡ് കവറിങ് ആയിട്ടുള്ളതും, അതായത് ഗോൾഡ് ഫിനിഷിൽ വരുന്നതും റോസ് ഗോൾഡ് ഫിനിഷിൽ വരുന്നതും എല്ലാത്തരം ആയിട്ടുള്ള ഓർണമെൻറ്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഹിമാനി എന്ന് പറഞ്ഞ പേജ് ഒരുപാട് ഓഫേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ്, അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓർണമെൻറ്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആ ഒരു പേജിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്ന വൈറ്റ് ചോക്ലേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും തികച്ചും വ്യത്യസ്തമായിട്ട് ഡാൽഡ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് മിക്സിയിലാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ നനവ് പാടില്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസിങ് ഷുഗറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനി അതേ അളവിൽ തന്നെ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.
ഇനി പാൽപ്പൊടി ഐസിങ് ഷുഗർ നല്ലതുപോലെ നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഐസിങ് ഷുഗർ നല്ലപോലെ പൊടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു മിക്സ്, അതായത് ഈ പാൽപ്പൊടിയും ഐസിങ് ഷുഗറും ഇനിയും നമ്മൾ നല്ല പൗഡർ ഫോമിൽ തന്നെ പൊടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചോക്ലേറ്റിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചോക്ലേറ്റിനെല്ലാം ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടാനായിട്ടാണ് നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് സമയം എടുത്തിട്ട് നല്ലതുപോലെ ഹൈ സ്പീഡിലിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ചോക്ലേറ്റിന് സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്സ് എല്ലാം അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ടൊരു 6 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡാൽഡ എന്ന് പറഞ്ഞാൽ ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, നമ്മൾ പുറത്ത് വെച്ച് അതൊന്ന് മെൽറ്റായി തുടങ്ങിയതിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മെൽറ്റ് ആയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ചേർക്കാതെ തന്നെ നല്ല ഫ്ലേവർ തന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരല്പം തരിതരിപ്പുണ്ട് ഇങ്ങനെ അരച്ചെടുത്തപ്പോഴും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരല്പം ചെറിയൊരു തരിതരിപ്പ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ ആ ഒരു സൂപ്പർ ടേസ്റ്റിലും ആ ഒരു ക്രീമി ടെക്സ്ചറിലും നമ്മൾ ഈ സിൽക്കി ചോക്ലേറ്റ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നമ്മുടെ ചോക്ലേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിൽ ചെറിയൊരു തരിതരിപ്പുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്മൂത്തി ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറഞ്ഞാൽ. ഇത് ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസും അല്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് വേണം. ഈ അല്പം കട്ടി കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഡാൽഡയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ മോൾഡ് എന്തെങ്കിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ ഉണ്ടല്ലോ, അതിലും തന്നെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ അളവിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചിലവുകൾ മാത്രം മതി, ഒരുപാട് ചിലവുകളൊന്നുമില്ല ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇങ്ങനെ തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ക്രീം ഒന്ന് ലെവലായിട്ട് കിട്ടും, നല്ല അടിപൊളിയായിട്ട് സെറ്റായി പെട്ടെന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കണ്ടെയ്നറിൽ ചെയ്യുമ്പോൾ, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ചെയ്യുമ്പോഴും ഇതുപോലെ ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇനി സാധാരണ നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന ഫ്രീസറിലും അല്ലെങ്കിൽ ഫ്രിഡ്ജിലും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പം ഞാനിവിടെ അങ്ങനെയൊന്നുമല്ല, പുറത്ത് തന്നെ വെക്കുകയാണ്. സാധാരണ നമ്മൾ കിച്ചണിലല്ല, നമ്മൾ സിറ്റിംഗ് റൂമിലോ അങ്ങനെ, അതായത് ഒരുപാട് ചൂടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിലോട്ട് മാറ്റാം. ഒരു 2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒന്നും വെക്കേണ്ട, തണുക്കാത്ത തന്നെ ചോക്ലേറ്റ് നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പറായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് സിമ്പിളായിട്ടല്ലേ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരല്പം സമയമൊക്കെ എടുത്തിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സിലിക്കോൺ മോൾഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി, നമ്മുടെ ചോക്ലേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്ത് അടിപൊളിയായിട്ടാണ് കിട്ടിയേക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുന്നവരിൽ നിന്നും 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 2 പേർക്ക് നമ്മൾ ഇലക്ട്രിക് ബീറ്ററാണ് പ്രൈസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്തെടുക്കുന്ന മിൽക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ നേരത്തെ ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് പോലെ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി മിൽക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഒട്ടും തന്നെ നനവില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി അതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ ഐസിങ് ഷുഗർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. ഇനി അതിലോട്ട് തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും പാൽപ്പൊടി ഉപയോഗിക്കാം. അപ്പോൾ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്നും കൂടെ ഇതൊന്ന് പൊടിച്ചെടുക്കണം.
അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 1 മിനിറ്റ് സമയം എടുത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്ത് കൊടുത്ത പാൽപ്പൊടിയാണെങ്കിലും കൊക്കോ പൗഡർ ആണെങ്കിലും ഐസിങ് ഷുഗർ ആണെങ്കിലും നല്ലതുപോലെ പൊടിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു രീതിയിൽ ചോക്ലേറ്റ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് ഇരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ കിട്ടില്ല, ചെറിയൊരു തരിതരിപ്പുണ്ടാവും. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഈ ഒരു സ്റ്റെപ്പൊക്കെ അതുപോലെ ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ഒരു 7 ടേബിൾ സ്പൂൺ ഡാൽഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡാൽഡ ഞാനിവിടെ ചൂടാക്കിയിട്ടൊന്നുമില്ല, ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് മെൽറ്റ് ആയിട്ടുള്ള ഡാൽഡയാണ്. അപ്പോൾ ഇത്രയും മെൽറ്റ് ആയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ ഒരു 7 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ വീണ്ടും 1 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതായത് നല്ലൊരു ചോക്ലേറ്റ് സിറപ്പ് പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒട്ടും തന്നെ തരിതരിപ്പില്ല, നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ ചെയ്യുന്ന കൊക്കോ ബട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ ഒരു സമയത്ത് എല്ലാവരുടെ വീട്ടിലും കൊക്കോ ബട്ടർ കാണണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും കാണുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഡാൽഡ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിലിക്കോൺ മോൾഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ട്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ആ ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ സാധാരണയായിട്ട് ഈ ചോക്ലേറ്റൊക്കെ ഫ്രീസറിലോ റെഫ്രിജറേറ്ററിലോ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് സാധാരണ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ സെറ്റായി കിട്ടും. ഇനി ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസോ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി ചോക്ലേറ്റ് നല്ലപോലെ സെറ്റായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. പക്ഷേ കിച്ചണിൽ വെക്കരുത്, കാരണം കിച്ചണിൽ അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ സിറ്റിംഗ് റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് റൂമിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ചോക്ലേറ്റ് നല്ലപോലെ സെറ്റായി. ഇനി ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇനി ഈ ഒരു മോൾഡ് ചെയ്യുന്ന ഈ ഒരു ചോക്ലേറ്റ് വിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവുകൾ മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പോടുകൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് വേണമെന്നെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 റെസിപ്പീസും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അൺബോക്സിങ് ഹിമാനിയുടേതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. Assalamualaikum. Assalamualaikum. Assalamualaikum.